മുഖ്യമന്ത്രി വി ഡി സതീശൻ നരേന്ദ്രമോദിയുടെ പാതയിലോ ചിന്തിക്കാതെ പറയാതെ വയ്യ. കാരണം എന്താ? പി എം മോദിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ ബി ജെ പിക്കെതിരെ ശക്തമായി ഈ നാടിനെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള റീച്ച് ഉണ്ടാക്കുന്ന ഒരു പോസ്റ്റ് വന്നാൽ അതിനെ മെറ്റ ഡിലീറ്റ് ചെയ്ത് കളയും. എത്ര എക്സാമ്പിൾസ് ഉണ്ട്. കഴിഞ്ഞ 12 വർഷം നമ്മൾ എടുത്തു നോക്കുമ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ ഒരു കാർഡുണ്ട് കഴിഞ്ഞ മാസം പുറത്തു വന്നത്. എന്തായിരുന്നു ആ കാർഡ്? പി എം ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി വി ഡി എസിന്റെ വാദം പൊളിയുന്നു എന്ന് പറഞ്ഞൊരു കാർഡ്. ആ വിഷയത്തിൽ കൃത്യമായി ദിസ് കണ്ടന്റ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിലേക്ക് വിഡ്രോ ചെയ്യപ്പെട്ടിരിക്കുന്നു. മാത്രവുമല്ല, കണ്ണൂർ സൈബർ പോലീസ് ഒരു സ്ത്രീയെ വിളിച്ചു, നിങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരമായി വീഡിയോ ചെയ്യുകയാണ്, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. അവരുടെ പോസ്റ്റ്, ഞാൻ പേടിച്ചു പോയി ഗൈസ്, എന്നെ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചേക്കുന്നു, ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്കൂ ഗൈസ്, ഒന്ന് പോടേ എന്ന് പറഞ്ഞ് അവരുടെ പോസ്റ്റ് കാർഡ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നാട്ടിൽ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചാൽ വിമർശനത്തിന് ഞാൻ അതീതനാണ്, വിമർശനത്തിന് ഞാൻ വിധേയനാവേണ്ടതില്ല എന്ന ഒരു രീതിയിലേക്ക് വി ഡി എസ് വന്നു ചേരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ വാർത്തകൾ എന്ന് പറയാതെ വയ്യ. 100% വി ഡി സതീശനെ വിമർശിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഹണിമൂൺ പീരീഡ് വി ഡി എസ് സർക്കാരിന് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷകർ, എന്തിനേറെ പ്രതിപക്ഷ നേതാവ് തന്നെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതെന്താ? കാടടച്ച് കണ്ണും പൂട്ടിയുള്ള വിമർശനത്തിന് ഞങ്ങൾ തയ്യാറാവില്ല, അത് രാഷ്ട്രീയ മര്യാദയല്ല. ഈ സർക്കാരിന് കാര്യങ്ങൾ തിരുത്താനും കാര്യങ്ങൾ പഠിക്കാനും ഒരു സമയമുണ്ട്, ആ സമയം കൊടുക്കുക തന്നെ ചെയ്യുമെന്ന്. പക്ഷേ എന്താണ് സംഭവിച്ചത്? വി ഡി എസ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും മലക്കം മറയലിന്റെ വിസ്മയകരമായ രീതികളിലേക്ക് കടന്നു പോകുമ്പോൾ അതിനെ വിമർശിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് അതിശക്തമായ വിമർശനങ്ങൾ ഹണിമൂൺ പീരീഡിനെ പോലും കീറിമുറിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ വി ഡി എസ് സർക്കാർ, വി ഡി സതീശൻ ഈ പറയുന്ന മെറ്റയെ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന എണ്ണം പറഞ്ഞ റിപ്പോർട്ടുകളെ മുക്കാൻ, വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് അതും വലിയ അപകടകരമായ ഒരു കാര്യമാണ്. വി എം സുധീരനെ പോലെയുള്ള അധികായകന്മാരായ നേതാക്കന്മാർ മദ്യവിഷയത്തിൽ പറയുമ്പോഴും വി ഡി സതീശൻ അതുമായി മുമ്പോട്ട് പോകുമെന്ന് പറയുന്നിടത്ത് എന്തിനാണ് മുഖ്യമന്ത്രി ഇതിനു മുമ്പേ ചർച്ച ചെയ്യാൻ നിൽക്കാത്തത്? എല്ലാം കഴിഞ്ഞതിന് ശേഷം ചർച്ച ചെയ്യാൻ പാർട്ടിക്കുള്ളിൽ വന്നിട്ട് എന്ത് കാര്യമെന്ന് സാക്ഷാൽ വി എം സുധീരന് പോലും ചോദിക്കേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണല്ലോ.